ഇത് ഡെൻമാർക്കിലെ ഡ്രാഗോർ എന്ന ഗ്രാമമാണ്. കോപ്പൻഹേഗൻ നഗരത്തിൽ നിന്ന് ഏതാണ്ട് 12-13 കിലോമീറ്റർ അകലെയുള്ള ഒരു ഗ്രാമം. ഞാൻ 2 സുഹൃത്തുക്കൾക്കൊപ്പമാണ് വന്നിരിക്കുന്നത്, വിദ്യാദത്തും ഫഹദും. ഡ്രാഗോറിന്റെ പ്രധാന അങ്ങാടിയിലൂടെ കാഴ്ചകൾ കണ്ട് നടക്കുകയാണ് ഞങ്ങൾ. ചെറിയൊരു തുറമുഖമുള്ള ഗ്രാമമാണ്. ഇന്നൊരു ഞായറാഴ്ചയാണ്. ഉച്ചനേരം. റെസ്റ്റോറന്റുകൾ സജീവമാണ്. പലതരം കടകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ. ഇതൊരു വൈൻ ഷോപ്പാണ്. ക്രിസ്ത്യാനിയ ബൈക്ക് എന്ന ഇന്നാട്ടുകാർ വികസിപ്പിച്ചെടുത്ത കുടുംബ സൈക്കിളിൽ ചിലർ പോകുന്നു. ഇവിടെ സ്ഥിരം കാണുന്ന കാഴ്ചയാണത്. വൈൻ കടകൾ പലതുണ്ട്. അതിൽ പലതരം വൈനുകൾ, ബിയറും മദ്യവുമെല്ലാം. വിലയും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇത് റം ചേർത്ത ഒരുതരം ചോക്ലേറ്റ് ആണ്. അത്തരം സാധനങ്ങളെല്ലാം വിൽക്കുന്നുണ്ട്. പല പല കടകൾ. ഡ്രാഗോർ ഗ്രാമത്തിന്റെ തെരുവിൽ കുറെ ആളുകളുണ്ട്. നാട്ടുകാർ തന്നെയാവാം, ചിലർ സൈക്കിളുമായി പോകുന്നു. ഞായറാഴ്ച കൂടുതൽ നേരം ഉറങ്ങിയ ശേഷം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയവർ ലഞ്ച് കഴിക്കാനൊക്കെ ഇറങ്ങിയിരിക്കുന്നു. കൂടാതെ ടൂറിസ്റ്റുകളും ഈ വഴിയൊക്കെ വരുന്നുണ്ട്. ഞാൻ മെയിൻ സ്ട്രീറ്റിൽ നിന്ന് ചില ഇടവഴികളിലേക്ക് നടന്നു. കല്ല് വിരിച്ച വഴികൾ. ഗ്രാമീണ വീടുകളാണ് ഇവിടെയുള്ളത്. ഇവിടുത്തെ പല വീടുകളും ഇപ്പോഴും പുല്ലുമേഞ്ഞതാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള ശൈലിയിൽ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്ന വീടുകൾ. ഡെൻമാർക്കിന്റെയും നെതർലാൻഡ്സിന്റെയും പരമ്പരാഗത ശൈലിയിലുള്ള വീടുകൾ ഇവിടെ കാണാം. 16-ാം നൂറ്റാണ്ടിന്റെ ആദ്യകാലത്ത് ധാരാളം ഡച്ചുകാർ അഥവാ നെതർലാൻഡ്സുകാർ ഇവിടെ വന്ന് സ്ഥിരവാസമാക്കിയിരുന്നു. അങ്ങനെയാണ് ഡച്ച് ശൈലിയിലുള്ള വീടുകൾ വന്നത്. 2-3 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇങ്ങനെ പുല്ലുമേഞ്ഞ വീടുകൾ തന്നെ ആയിരുന്നിരിക്കാം ഇവിടെ ഉണ്ടായിരുന്നത്. യൂറോപ്പിന്റെ മറ്റു പല ഭാഗങ്ങളിലും അങ്ങനെ തന്നെയായിരുന്നു വീടുകൾ. പരമ്പരാഗതമായി ഇവിടെ വസിച്ചിരുന്ന ഡെൻമാർക്കുകാർ മത്സ്യബന്ധനം ജീവിതമാർഗമാക്കിയവരായിരുന്നു. കുടിയേറിയെത്തിയ ഡച്ചുകാരാവട്ടെ കൃഷിക്കാരും. 2 കൂട്ടരും തമ്മിൽ ചെറിയ സംഘർഷങ്ങൾ പതിവായിരുന്നു ഈ ഗ്രാമത്തിൽ. അടുത്തടുത്തായി കുറെ വീടുകളുണ്ട്. ഇവിടെയൊക്കെ വസിക്കുന്ന ആളുകളാണ് അങ്ങാടിയിലേക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ ഇറങ്ങുന്നത്. ഇത്തരം ചില വീടുകൾ ഇപ്പോൾ സുവനീർ കടകളും ആർട്ട് ഗാലറികളുമാക്കി മാറ്റിയിട്ടുണ്ട്. ടൂറിസം കൊണ്ടുവന്ന മാറ്റമാണ്. ചില വീടുകളുടെ പുല്ലുമേഞ്ഞ ഭാഗങ്ങൾ വളരെ പഴകിയിരിക്കുന്നു. ചിലതിനു മീതെ ചെറുപുല്ലുകൾ വളർന്നു തുടങ്ങിയിട്ടുമുണ്ട്. പച്ചപ്പുല്ല്. ഒരു തെരുവിൽ അങ്ങനെയുള്ള കുറേ വീടുകളുണ്ട്. നമ്മുടെ പാലക്കാട്ടെ അഗ്രഹാരങ്ങളൊക്കെ പോലെ തന്നെ. വഴികളെല്ലാം കല്ലുവിരിച്ചതാണ്. മോഡേണായ കാറുകൾ പഴയ പുൽവീടുകൾക്ക് മുന്നിൽ കിടക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് യൂറോപ്പിൽ വ്യാപകമായിരുന്ന ഹാൻസിയാറ്റിക് ലീഗ് എന്ന വ്യാപാര സംഘടനയുടെ ശക്തമായ കേന്ദ്രമായിരുന്നു ഈ ഡ്രാഗോർ. വ്യാപാരത്തിനും വാണിജ്യ കേന്ദ്രങ്ങളുടെ പൊതുവായ സംരക്ഷണത്തിനുമായി രൂപപ്പെട്ട സംഘടനയായിരുന്നു ഹാൻസിയാറ്റിക് ലീഗ്. വലിയ തോതിൽ മത്സ്യവ്യാപാരം നടന്നിരുന്ന ഡ്രാഗോറിന് ഹാൻസിയാറ്റിക് ലീഗ് പ്രത്യേക പദവി തന്നെ നൽകിയിരുന്നു. അവരുടെ സഹായത്തോടെ ഇവിടെ മത്സ്യം ഉണക്കി സൂക്ഷിക്കുന്ന വമ്പൻ ഗോഡൌണുകൾ നിർമ്മിച്ചു. ഉണക്കമത്സ്യ വ്യാപാരത്തിൽ യൂറോപ്പിലെ തന്നെ ഒരു പ്രമുഖ കേന്ദ്രമായിരുന്നു അന്നിവിടം. ഞായറാഴ്ച ആയതുകൊണ്ടാവാം പലരും വീടിന്റെ പരിസരമൊക്കെ വൃത്തിയാക്കുന്നു. ഇവിടെ ഇങ്ങനെയുള്ള പണികളും വീട്ടിലെ ചെറിയ റിപ്പയറിംഗ് വർക്കുകളുമൊക്കെ വീട്ടുകാർ തന്നെ ചെയ്യണം. അതിനൊന്നും പണിക്കാരെ കിട്ടില്ല. അതിനാൽ ഗൃഹനാഥൻ തന്നെ മുറ്റത്തെ പുല്ലു പറിക്കാൻ ഇറങ്ങേണ്ടി വരും. അതിനൊക്കെയുള്ള പലവിധ ഉപകരണങ്ങൾ കടകളിൽ കിട്ടും. വീട്ടിലെ റിപ്പയറിങ്ങും പ്ലംബിങ്ങും പെയിന്റിങ്ങും വരെ അവനവൻ തന്നെ ചെയ്യുന്ന രീതിയിലാണ് മിക്കവരുടെയും ജീവിതം. അത് വളരെ നല്ല കാര്യം തന്നെയാണ്. സൈക്കിളിൽ പണിയായുധങ്ങളുമായി പോകുന്നവർ, വീടിന്റെ മുൻവശം വൃത്തിയാക്കുന്നവർ. വീടുകളോട് ചേർന്ന് ചെറിയൊരു തൊടിയുണ്ട്. അവിടെ നിന്നും ഞാൻ വീണ്ടും മെയിൻ റോഡിലേക്ക് ചെന്നു. അതിന്റെ മറുഭാഗത്തേക്ക് നടക്കുമ്പോൾ ഇക്കാണുന്നത് ഇവിടുത്തെ ഒരു മ്യൂസിയമാണ്. ഡ്രാഗോറിന്റെ മ്യൂസിയം 1753 നിർമ്മിച്ച കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. പഴയ പെയിന്റിങ്ങുകളും ഇന്നാട്ടിലെ ആളുകൾ ഉപയോഗിച്ചിരുന്ന പഴയകാല ഉപകരണങ്ങളുമൊക്കെയാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ നാട്ടിലെ പഴയൊരു LP സ്കൂൾ കെട്ടിടം പോലെയുണ്ട്. ഇവിടെയും വഴിയോരത്ത് കുറെ റെസ്റ്റോറന്റുകളുണ്ട്. ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന റെസ്റ്റോറന്റുകൾ. അവിടെ നിന്നും നടന്നു ചെല്ലുന്നത് കടവിലേക്കാണ്.
ഉൾക്കടലിലെ ഹാർബറാണിത്. ബോട്ട് ഇറക്കാനുള്ള ഒരു റാമ്പൊക്കെയുണ്ട്. ധാരാളം ജലപക്ഷികൾ. സെയിൽ ബോട്ടുകളുടെ മറീന പോലെ ഒരു ഭാഗം. അതിന് നടുവിലൂടെ കടവിലേക്ക് ബോട്ടുകൾക്ക് അടുക്കാനുള്ള ഒരു വഴി. ഫെറി ബോട്ടുകളും മറ്റും അടുക്കുന്ന ഭാഗമായിരിക്കും ഇത്. വെള്ളത്തിലും മരക്കുറ്റികളിലുമെല്ലാം പലതരം പക്ഷികൾ, പലയിനം ഡക്കുകൾ, ഗീസ് അഥവാ വാത്തകൾ, പിന്നെ ഗള്ളുകൾ. ഇത് താറാവിനത്തിൽപ്പെട്ടവയാണ്. അവയങ്ങനെ ജലനിരപ്പിൽ നീന്തിയും പറന്നും കളിക്കുന്നു. ഗ്രേ ഹെറോണും ഡെൻമാർക്കിന്റെ ദേശീയ പക്ഷിയായ മ്യൂട്ട് സ്വാനും ഇവിടെ വസിക്കുന്നുണ്ട്. ഇതെല്ലാം കടൽ പക്ഷികൾ തന്നെ. ബോട്ടിന്റെ മുകളിലെല്ലാം അവർ സ്ഥാനം പിടിച്ചിരിക്കുന്നു. അവിടെ നിന്നും വീണ്ടും നടന്നു. വളരെ ചരിത്രമുള്ള പഴയ തുറമുഖ ഭാഗമാണിത്. ശരിക്കും ഡ്രാഗോർ ഹാവൻ എന്ന ഭാഗം ഇതാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് കടലിലൂടെ ധാരാളം ചരക്കെത്തിയിരുന്ന ഇടം. അത് സൂക്ഷിക്കാനുള്ള ഗോഡൌണും ചുങ്കപ്പുരകളുമെല്ലാമായിരുന്നു പഴയ കെട്ടിടങ്ങൾ. അതിലൂടെ നടന്നു ചെല്ലുമ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. ഒരേ ഇനത്തിലുള്ള കുറെ വിൻറ്റേജ് കാറുകൾ നിരന്നു കിടക്കുന്നു. MGയുടെ കാറുകൾ. MG 1600 എന്ന മോഡലാണിത്. ഒരേ മോഡൽ കാറുകൾ കുറേ എണ്ണമുണ്ട്. പല നിറങ്ങളിലുള്ളവ. 10-20 കാറുകളുണ്ട്. അതെനിക്കൊരു അത്ഭുതമായി. എന്താണ് കാര്യമെന്നറിയാനായി ഞാൻ ചെന്നു. എല്ലാം തുടച്ചുമിനുക്കി തിളക്കത്തോടെ വെച്ചിരിക്കുന്നു. സീറ്റുകളുടെ ഭാഗം മൂടിയിട്ടിരിക്കുകയാണ്. 2 പേർക്കിരിക്കാവുന്ന കാർ. ആദ്യകാല സ്പോർട്സ് കാറുകളാണ്. MG 1600 ഉള്ളവരുടെ ഒരു സംഘം അവരുടെ കാറുകൾ പ്രദർശിപ്പിച്ചിരിക്കുകയാണിവിടെ. 1923 സ്ഥാപിതമായ കമ്പനിയാണ് MG. അതിന് 100 വർഷം തികഞ്ഞതിന്റെ ബാഡ്ജ് ചിലതിലുണ്ട്. ഇവരുടെ ക്ലബിന്റെ പേരും ഒരു ഭാഗത്ത് കണ്ടു. കാർ ക്ലബ് MG ഡെൻമാർക്ക്. ഈ രാജ്യത്തെ MG കാർ പ്രേമികൾ 1973 രൂപീകരിച്ച സംഘടനയാണ് കാർ ക്ലബ് MG. ഞാൻ ആ പോർട്ട് ഏരിയയിലൂടെ വീണ്ടും നടന്നു. ടൂറിസ്റ്റുകളാണെന്ന് തോന്നുന്നു. കുറച്ചുപേർ ഇവിടെയുണ്ട്. കുറേയേറെ ബോട്ടുകൾ നിരന്നു കിടക്കുന്നു. പഴയതും പുതിയതും പല ഉപയോഗത്തിനുള്ളതുമെല്ലാം. ഫിഷിംഗ് ഹാർബറാണ് ഈ ഭാഗം. മുൻപ് കണ്ടതാകട്ടെ മറീനയായിരുന്നു. എത്രയോ നൂറ്റാണ്ടുകളായി സജീവമായി നിലനിൽക്കുന്ന ഒരു ഹാർബർ. ഇതൊക്കെ നാട്ടുകാർ മീൻ പിടിക്കാനായി പുറംകടലിലേക്ക് പോകുന്ന ബോട്ടുകളാണ്. വലിയൊരു ഫിഷിംഗ് ഹാർബറാണിവിടം. വളരെ സജീവമാണ് പ്രദേശം. ഡെൻമാർക്കിന്റെ പതാകകൾ പാറുന്നു. അക്കാണുന്നതെല്ലാം റെസ്റ്റോറന്റുകളാണ്. അതിനകത്തൊക്കെ ആളുകളുമുണ്ട്. അപ്പോഴേക്കും എന്റെ കൂടെയുള്ള ഫഹദ് ബോണ്ട പോലുള്ള ഒരു പലഹാരം വാങ്ങിക്കൊണ്ടുവന്നു. ഒന്ന് കയ്യിലെടുത്ത് പിടിച്ചിട്ടുമുണ്ട്. ശരിക്കും ബോണ്ടയാണെന്നാണ് ഞാൻ കരുതിയത്. ഫഹദ് അത് കഴിച്ചിട്ട് ഗംഭീര സംഗതിയാണെന്ന് പറഞ്ഞു. ഇത് മത്സ്യം കൊണ്ടുള്ള ഒരു വിഭവമാണ്. മത്സ്യം അരച്ചതും മാവുമൊക്കെ ചേർത്തുണ്ടാക്കിയ പലഹാരം. വിദ്യാദത്ത് ഇതെന്താണെന്ന് ഒന്ന് വിശദമാക്കി തന്നു. മത്സ്യത്തിന്റെ ഫ്ലേവറാണ്. എന്നാൽ മാവുണ്ട്. മധുരമൊന്നുമില്ല. എങ്കിലും അതീവ രുചികരമാണ്. കട്ട്ലറ്റിന്റെ ഒരു വകഭേദമെന്ന് പറയാം. നല്ലൊരു പലഹാരം. കുറേയേറെ സീഫുഡ് റെസ്റ്റോറന്റുകൾ ഈ ഭാഗത്തുണ്ട്. പുറത്ത് നല്ല തണുപ്പായതിനാൽ റെസ്റ്റോറന്റിനകത്താണ് കൂടുതൽ ആളുകളും. പുറത്തും പ്രായമായ ചിലരൊക്കെ ഇരിപ്പുണ്ട്. വേറെ 2 പേർ വൈനിനു പുറമെ ഇനി എന്തു വേണമെന്ന് മെനു പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ രസകരമായ കാഴ്ചകളാണ്. ഭാര്യയുടെ അഭിപ്രായമാണ് ഭർത്താവിന് എപ്പോഴും സ്വീകാര്യം. വാർദ്ധക്യകാലത്തെ ആ സ്നേഹം കണ്ടില്ലേ? ഇവിടുത്തെ ക്രിസ്ത്യാനിയ ബൈക്ക് എന്ന ബൈക്കാണ്. ഉല്ലാസ യോട്ടുകളുടെ ഒരു സ്ഥലമാണിത്. പായ് വഞ്ചികൾ. ദീർഘയാത്ര നടത്തുന്ന വഞ്ചികളാണ്. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളെല്ലാം കടൽ യാത്രികരുടെ ആഘോഷ കേന്ദ്രങ്ങളാണ്. കടൽ വഴി ദീർഘയാത്ര നടത്തി പുതിയ നാടുകൾ സ്വന്തമാക്കിയിരുന്ന വൈക്കിങ്ങുകളുടെ നാടാണല്ലോ ഇത്. അവരുടെ പിന്മുറക്കാരിൽ ദീർഘമായ കടൽ യാത്രകളുടെ ആവേശം ഇപ്പോഴുമുണ്ട്. അവർ ഇത്തരം യോട്ടുകളിൽ ദീർഘമായ കടൽ യാത്രകൾ നടത്തുന്നവരാണ്. ഇത് ജർമ്മൻ യോട്ടാണ്. ജർമ്മനി, സ്വീഡൻ, നോർവേ എന്നിങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നും യോട്ടുകൾ ഇവിടെ വന്നെടുക്കും. ഒരച്ഛനും മകനും ഇവിടെ കളിയിലാണ്.
വെള്ളത്തിൽ തീറ്റയിട്ട് കൊടുത്ത് മകനെ മീൻ പിടിക്കാൻ പഠിപ്പിക്കുകയാണ് അച്ഛൻ. അവരുടെ ആഘോഷം ഇങ്ങനെയാണ്. മീനെ കുഞ്ഞുവലയിലാക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് മകൻ. വീൽചെയറിൽ ഒരു സ്ത്രീയെയും തള്ളിക്കൊണ്ടു പോകുന്നു ഒരാൾ. മിക്ക റെസ്റ്റോറന്റുകളിലും ആളുകളുണ്ട്. വളരെ സജീവമായ ഒരു പ്രദേശം. ഡ്രാഗോർ ഹാവന്റെ ഒരറ്റത്തേക്ക് എത്തിയിരിക്കുന്നു. ഈ ഭാഗത്ത് വലിയൊരു കെട്ടിടത്തിന് മുന്നിൽ കുറെ ബോട്ടുകൾ ഉയർത്തിവെച്ചിട്ടുണ്ട്. ബോട്ട് റിപ്പയറിംഗിന്റെ ഒരു യാർഡാണ് ഇത്. വലിയൊരു റിപ്പയറിംഗ് സ്റ്റേഷൻ. ബോട്ടുകൾ നല്ലവണ്ണം ഉയർത്തിവെച്ച് അതിന്റെ ഹള്ളിലും ബോഡിയിലുമെല്ലാം ഫൈബർ വർക്കുകൾ ചെയ്യുകയാണ്. ഇതൊക്കെ ഇങ്ങനെ ഉയർത്തിവെക്കാൻ പ്രത്യേക ജാക്കികളുണ്ട്. ഇത്രയും ഉയർത്തിവെക്കാൻ കാരണമുണ്ട്. ബോട്ടിന്റെ ഫിൻകീൽ എന്ന ഭാഗം താഴേക്ക് നീണ്ടു നിൽക്കുന്നതാണ്. അതാണ് ബോട്ടിന് സ്റ്റെബിലിറ്റി നൽകുന്നത്. സെയിൽ ബോട്ടുകൾക്കാണ് അതുണ്ടാവുക. ഇത് ബോട്ടിന്റെ പായ്മരമാണ്. ബോട്ടിൽ നിൽക്കുന്നത് കാണുമ്പോൾ വെറും ഒരു മരത്തൂണാണെന്ന് തോന്നുമെങ്കിലും അതിൽ പല പല കേബിളുകളും സെൻസറുകളുമെല്ലാമുണ്ട്. ഫിഷിംഗ് ബോട്ടും കരയ്ക്ക് കയറ്റി റിപ്പയർ ചെയ്തു വച്ചിരിക്കുന്നു. അങ്ങനെ കുറെ ബോട്ടുകൾ. ഇതെല്ലാം പായ് വഞ്ചികളാണ്. പായ് വിടർത്തി കാറ്റിന്റെ ശക്തി കൊണ്ട് സഞ്ചരിക്കുന്ന ആധുനിക വഞ്ചികൾ. മത്സരങ്ങൾക്കാണ് അവ കൂടുതലും ഉപയോഗിക്കുക. ഒരു ഭാഗത്ത് ഒരു ഷെഡിലും പണി നടക്കുന്നുണ്ട്. സമ്മർ അവധിക്കാലത്ത് USA, സ്കാൻഡിനേവിയ ആൻഡ് ബാൾട്ടിക്, ജപ്പാൻ ആൻഡ് കൊറിയ, ചൈന ആൻഡ് മംഗോളിയ, 5 ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്ക് സഞ്ചാരത്തിനൊപ്പം സഞ്ചരിക്കാൻ ഇപ്പോൾ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക അല്ലെങ്കിൽ മെസ്സേജ് അയയ്ക്കുക. ഫോൺ 7591966600. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. തീരം ചേർന്ന് ചരക്ക് കപ്പലുകൾ പോകുന്നു. അതിനപ്പുറത്ത് വലിയൊരു പാലം, ഒറേസുണ്ട് എന്ന പാലമാണ്. ഡെൻമാർക്കിനെ സ്വീഡനുമായി ബന്ധിപ്പിക്കുന്ന കടൽപ്പാലം. അത് പിന്നീട് വിശദമായി കാണണം. ഞങ്ങൾ ചെന്ന് കാറിലേക്ക് കയറി. യാത്ര തുടരുകയാണ്. വിദ്യാദത്തിന്റെ ടെസ്ല കാറിൽ ഇൻബിൽറ്റ് മാപ്പുണ്ട്. ഇനി ഞങ്ങൾക്ക് പോകേണ്ടത് സ്റ്റീവൻസ് ക്ലിന്റ് എന്ന ഭാഗത്തേക്കാണ്. മനോഹരമായ ഒരു ചരിത്ര സ്ഥലമാണത്. പാർക്കിങ്ങിൽ നിന്നും റോഡിലേക്ക് കയറി. സ്റ്റീവൻസ് ക്ലിന്റിലേക്ക് 80 കിലോമീറ്റർ ഉണ്ട്. 1.25 മണിക്കൂറിന്റെ യാത്ര. ഇപ്പോൾ മുന്നിൽ ചില വിന്റേജ് കാറുകൾ പോകുന്നുണ്ട്. നേരത്തെ പാർക്ക് ചെയ്ത് കിടന്നിരുന്ന MG 1600 കാറുകളാണ്. കുറെ എണ്ണമുണ്ട്. ഞങ്ങൾ അതിന്റെ ഇടയിലായിപ്പോയി. പിറകിലും കുറെ MG 1600 വരുന്നുണ്ട്. എവിടേക്കാണ് പോകുന്നതെന്നറിയാൻ കുറച്ചു ദൂരം ഞങ്ങൾ അവരുടെ പിറകെ പോയി. ഇതിങ്ങനെ ഒരു ജാഥ പോലെ നഗരത്തിലൂടെ എല്ലാവരെയും കാണിച്ചുകൊണ്ട് ആഘോഷമായൊന്ന് കറങ്ങും. ഇവർക്ക് അതൊരു ഹരമാണ്. നമ്മുടെ നാട്ടിലുമുണ്ടല്ലോ ഇങ്ങനെയുള്ള പരിപാടി. അതിന്റെ ഉടമകളുടെ ക്ലബ്, അവരുടെ ഒത്തുചേരലുകൾ, പാർട്ടികൾ, ആഘോഷങ്ങൾ, ഇടയ്ക്കിങ്ങനെ ചില പ്രചരണ റാലികൾ എന്നിവയൊക്കെ ഉണ്ടാവും. അവരങ്ങനെ കടന്നുപോയി. ഞങ്ങൾ മറ്റൊരു പാതയിലൂടെയും യാത്ര തുടർന്നു. ഇനി ഞങ്ങൾക്ക് പോകേണ്ടത് സ്റ്റീവൻസ് ക്ലിന്റ് എന്ന ഒരു സ്ഥലത്തേക്കാണ്. ഇക്കാണുന്നതൊന്നും കഴിഞ്ഞ ദിവസം ഐസ്ലാൻഡിൽ കണ്ടതുപോലെ പുൽമേടുകളല്ല, കൃഷിയിടങ്ങളാണ്. പാതയോരത്ത് മനോഹരമായ വീടുകൾ, ചരിത്രമുള്ള സ്ഥാപനങ്ങൾ, പള്ളികൾ. ഇത്തരം ഗ്രാമങ്ങളിലെല്ലാം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പള്ളികളുണ്ട്. ഇതാണ് ക്രിസ്ത്യാനിയ ബൈക്ക്. ഇതിന് പിന്നിൽ ഒരു കഥയുണ്ട്. കോപ്പൻഹേഗനിലെ ക്രിസ്ത്യൻസ് ഹാവന് സമീപം ഫ്രീ ടൗൺ ക്രിസ്ത്യാനിയ എന്ന അരാജകവാദികളുടെ ഒരു പ്രദേശമുണ്ടായിരുന്നു. പരിഷ്കൃത സമൂഹത്തിന്റെ രീതികളോട് ഒട്ടും ഇണങ്ങാത്തവരുടെ ഒരു ലോകമായിരുന്നു അത്. അവിടെ ഒരാൾ രൂപപ്പെടുത്തിയതാണ് ക്രിസ്ത്യാനിയ ബൈക്ക്. അത് പിന്നീട് ഡെൻമാർക്കിലെമ്പാടും വളരെ പ്രശസ്തമായി. ഗ്രാമങ്ങളിലൂടെ തന്നെയാണ് ഞങ്ങളുടെ യാത്ര. ഡെൻമാർക്ക് പോലെ ഏറ്റവും സമ്പന്നമായ ഒരു സ്കാൻഡിനേവിയൻ രാജ്യത്ത് ഇപ്പോഴും പുല്ലുമേഞ്ഞ വീടുകളുണ്ടെന്ന് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. ഇവിടെ ആഢ്യത്വത്തിന്റെ പ്രതീകമാണ് ആ പുല്ലുമേഞ്ഞ വീടുകൾ.
നമ്മുടെ നാട്ടിൽ പക്ഷേ അത് ദാരിദ്ര്യത്തിന്റെ പ്രതീകമാണല്ലോ. അങ്ങനെ പോകവേ വിദ്യ ഒരു പാർക്കിങ്ങിലേക്ക് കാർ കൊണ്ടുപോയി. ഇവിടെ ഒരു ബീച്ചുണ്ട്. മനോഹരമായ ബീച്ചാണത്രേ. ഞങ്ങൾ അവിടെ ഇറങ്ങി. ട്രൈലസ് കോവൻസ് ബീച്ച് എന്നാണ് അതിന്റെ പേര്. ഒരു വനപ്രദേശം പോലുള്ള ഭാഗമാണ്. ഞങ്ങൾ അവിടേക്ക് നടന്നു. ഇവിടെയും ഒരു ക്രിസ്ത്യാനിയ ബൈക്കുണ്ട്. മഞ്ഞും തണുപ്പും കാറ്റുമേൽക്കാതെ കുട്ടികളെയും ഭാര്യയെയും ഇരുത്താം. നമ്മുടെ നാട്ടിൽ ഇതുപോലൊരു സൈക്കിളിൽ ഭാര്യയെയും കുട്ടികളെയും ഇരുത്തി ചവിട്ടിക്കൊണ്ടു പോയാൽ അയാളെ ദരിദ്രവാസി എന്നേ വിളിക്കൂ. സമ്പന്ന നാടായ ഡെൻമാർക്കിലെ ആളുകൾ ചവിട്ടുന്ന സൈക്കിളാണിത്. ഇത് വലിയ പോപ്പുലറാണ് ഇവിടെ. ഈ ഗേറ്റ് കടന്നു പോകണം ബീച്ചിലേക്ക്. ഞങ്ങൾ ട്രൈലേസ് കോവൻസ് ബീച്ചിലേക്ക് നടന്നു. 1800കളിൽ പൈൻ മരങ്ങൾ വെച്ചുപിടിപ്പിച്ച് ഒരു വനമായി മാറ്റിയെടുത്ത പ്രദേശമാണിത്. വനം അവസാനിക്കുന്നിടത്തു നിന്ന് ഒരു പുൽമേട് തുടങ്ങുന്നു. ആ പുല്ലിനിടയിലൂടെ ഒരു ബോർഡ് വാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. കുട്ടികളുമായി ധാരാളം ആളുകൾ വരുന്നുണ്ട്. തൂവെള്ള മണൽ, ഒരു തരം ചോക്കുപാറയാണ് ഈ പ്രദേശത്തെല്ലാം ഉള്ളത്. അത് പൊടിഞ്ഞുണ്ടായതാണ് ഈ പഞ്ചസാര മണൽ. മനോഹരമായ തീരം. വെയിലില്ലാത്തതുകൊണ്ട് അല്പം തെളിമ കുറവുണ്ട്. ഇങ്ങനെയുള്ള പഞ്ചസാര മണൽ തീരങ്ങൾ യൂറോപ്പിൽ അധികം കാണാറില്ല. ഈ മണൽ ഉള്ളതുകൊണ്ട് കൂടിയാണ് ബീച്ച് ഏറെ സജീവമാകുന്നത്. വനാതിർത്തിയിൽ നിന്ന് തുടങ്ങിയ ബോർഡ് വാക്ക് ഒരു കടൽപ്പാലം പോലെ അങ്ങ് കടലിലേക്ക് നീണ്ടുകിടക്കുകയാണ്. അതിലൂടെ അങ്ങേയറ്റം വരെ നടക്കാം. ടൂറിസത്തിൽ എന്തെങ്കിലുമൊക്കെ അഭ്യാസം കാണിക്കുകയല്ല വേണ്ടത്. ഇതുപോലെ ഭാവനയോടെ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ പോലും അത് മനോഹരമാവും. പാലം കടലിന്റെ മീതെ നീണ്ടുകിടക്കുകയാണ്. ഇതിൽ നിന്ന് ഫോട്ടോ എടുക്കാം. അങ്ങേയറ്റത്ത് ആളുകൾക്ക് പോയിരിക്കാവുന്ന ഒരു പ്ലാറ്റ്ഫോം ബെഞ്ചുമുണ്ട്. കടൽക്കാറ്റേറ്റ് കടൽ കണ്ടങ്ങനെ ഇരിക്കാം. ചെറിയ തിരമാലയേയുള്ളൂ. നല്ല തെളിഞ്ഞ ജലം. കടലിന് ആഴം നന്നേ കുറവാണിവിടെ. അടി കാണാം. അങ്ങേയറ്റത്ത് ഒരാൾ ധ്യാനിച്ചെന്നോണം ഇരിപ്പുണ്ട്. അയാളുടെ അടുത്തുവരെ പോകാൻ തീരുമാനിച്ചു. സ്വസ്ഥനായിരിക്കുന്ന അയാളെ ഷൂട്ട് ചെയ്യാൻ ഒരു മടിയുണ്ട്. പാട്ട് കേൾക്കുകയാണ് ആൾ. ഇവിടെ തന്നെ അങ്ങനെ എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം. നമ്മളൊന്നും ഇങ്ങനെ ഒരു സ്ഥലം പണിതിട്ടില്ല. പണിതിട്ടാലോ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഇവിടെ ജനപ്രളയമായിരിക്കും. എല്ലായിടത്തും മാലിന്യം നിറയും. 2 ദിവസം കൊണ്ട് ഇതെല്ലാം ഒടിച്ചു പറിച്ച് തീർക്കുകയും ചെയ്യും. ജനസംഖ്യ കുറഞ്ഞ നാടുകളിലെ ഇങ്ങനെയൊക്കെ പറ്റുകയുള്ളൂ എന്ന് എനിക്ക് തോന്നി. ഞാനിവിടെ കുറച്ചു നേരം നിന്നു. 2 പെൺകുട്ടികൾ അങ്ങേയറ്റത്ത് ചെന്നിരിക്കാൻ നടക്കുന്നു. കുട്ടിയുമൊത്ത് നടന്നു വരുന്ന ആളുകൾ. നടക്കാനും ശുദ്ധവായു ശ്വസിക്കാനുമെല്ലാം വരുന്നവർ. കാറ്റടിച്ച് മണൽത്തരികൾ പറക്കുന്നു. നടക്കുവാനും ജോഗിങ്ങിനുമെല്ലാമുള്ള സ്ഥലങ്ങളുണ്ടിവിടെ. കൂടാതെ ഇവിടെ ഒരു ക്യാമ്പിംഗ് സൈറ്റുമുണ്ട്. ഞാൻ ആ ക്യാമ്പിംഗ് സൈറ്റിലേക്ക് നടന്നു. അങ്ങേയറ്റത്ത് കാണുന്ന കെട്ടിടം ടോയ്ലറ്റ് കോംപ്ലക്സ് ആണ്. വലിയൊരു കോംപ്ലക്സ്. എൻ്റെ സുഹൃത്തുക്കൾ അവിടേക്ക് പോയി. പക്ഷേ അകത്ത് കയറാതെ വാതിൽക്കൽ നിൽക്കുകയാണവർ. പട്ടികളുമായി വന്നിരിക്കുന്ന 2 സ്ത്രീകൾ. അവരങ്ങനെ മണലിലൂടെ നടക്കുന്നു. പട്ടികൾക്ക് ഒരു വ്യായാമം. ഉടമകൾക്കാകട്ടെ കഥയൊക്കെ പറഞ്ഞങ്ങനെ നടക്കാം. ഞായറാഴ്ചയുടെ ഉച്ച കഴിഞ്ഞ നേരമാണല്ലോ. ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. ഭക്ഷണം പാകം ചെയ്യാനായി ഒരടുപ്പുമുണ്ടിവിടെ. അടുപ്പിന് ചുറ്റും മരക്കുറ്റികൾ. അവിടെ ക്യാമ്പ് ഫയറും ഒരുക്കാം. പ്രകൃതിയോടിണങ്ങുന്ന റിക്രിയേഷണൽ ഫെസിലിറ്റികളാണ്. വേറൊരു ഭാഗത്ത് മേൽക്കൂരയുള്ള ഒരു മരപ്പന്തലുണ്ട്. അവിടെയും 2-3 ഗ്രൂപ്പുകളായി ആളുകൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാം. നല്ലൊരു പിക്നിക് സെന്ററാണ് ട്രൈലേസ് കോവൻ. ഭക്ഷണം പൊതിഞ്ഞുകൊണ്ടുവന്ന് ഇരുന്ന് കഴിക്കുന്ന പരിപാടിയാണല്ലോ പിക്നിക്. ഇതൊന്നും കൊമേഴ്ഷ്യൽ സംവിധാനങ്ങളല്ല. പിക്നിക്കും ടൂറിസവും തമ്മിലുള്ള വ്യത്യാസം നമ്മുടെയൊന്നും ടൂറിസത്തിലെ ഏറ്റവും ഉന്നതർക്ക് പോലും മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. സുഹൃത്തുക്കൾ ടോയ്ലറ്റിന്റെ പുറത്തുണ്ട്. കാരണമുണ്ട്. ഈ ടോയ്ലറ്റിന്റെ വാതിൽ തുറക്കണമെങ്കിൽ ഒരു SMS ചെയ്യണം. അപ്പോൾ തന്നെത്താൻ ഡോർ തുറക്കും. ഇൻസ്ട്രക്ഷൻസ് എഴുതി വെച്ചിട്ടുണ്ട്. വിദ്യ എനിക്ക് ഡോർ തുറന്നു കിട്ടുന്നതിനായി SMS ചെയ്തു. അതോടെ ഒരു ക്ലിക്ക് ശബ്ദത്തിനൊപ്പം ഡോർ അൺലോക്കായി. ഹാൻഡിൽ തിരിച്ച് വാതിൽ തുറന്നു. ഞാൻ അകത്തേക്ക് കയറി.
നല്ല വൃത്തിയുള്ള അകം. ഒരു ബീച്ചിലെ പബ്ലിക് ടോയ്ലറ്റാണ് ഇതെന്ന് ഓർക്കണം. ഒരു കാവൽക്കാരൻ പോലും ഇല്ലാതെ ഇത് എത്ര വൃത്തിയോടെയാണ് കിടക്കുന്നതെന്ന് കാണുക. ക്ലോസറ്റ് എങ്ങനെയാണ് കിടക്കുന്നതെന്നറിയാൻ ഞാൻ വാതിൽ തുറന്നു നോക്കി. അതും നല്ല വൃത്തിയുണ്ട്. ടിഷ്യൂ ഒക്കെ വെച്ചിരിക്കുന്നു. കാര്യം സാധിച്ച് ഞാനും പുറത്തിറങ്ങി. ഞങ്ങൾ ഇനി തിരികെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നിടത്തേക്ക് നടക്കുകയാണ്. വന്ന വഴിയിലൂടെയല്ല, മറ്റൊരു ഭാഗത്തുകൂടിയാണ് നടത്തം. വനത്തിനകത്തുകൂടി ഒരു നടപ്പാതയുണ്ട്. കുറേ ദൂരം വനത്തിനകത്തുകൂടി നടക്കണം. പലവിധ ചെറുജീവികളുടെയും പ്രാണികളുടെയും ആവാസ ഇടമാണ് ഈ വനവും ബീച്ചും. അതിനെയെല്ലാം ഇവർ സംരക്ഷിക്കുന്നുമുണ്ട്. ബീച്ചിലെ പുൽമേട്ടിൽ വിവിധയിനം ചെറുപക്ഷികളും കൂടുകൂട്ടി വസിക്കുന്നുണ്ട്. ഒരു സംരക്ഷിത വനമാണിത്. പ്രതികൂലമായ അവസ്ഥകളോട് പടവെട്ടി നിലനിൽക്കുന്ന മരങ്ങളും ചെടികളുമാണ് ഇവിടുത്തേത്. ഉപ്പ് കലർന്ന ചോക്കുപൊടി മണ്ണാണ് ഇവിടെയുള്ളത്. അത്തരം മണ്ണിൽ സസ്യങ്ങൾ വളരുക പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു കൺസർവേഷൻ ഏരിയയാക്കി മാറ്റിയിരിക്കുന്നു. ഞങ്ങൾ തിരികെ മൺ റോഡിലേക്ക് ചെന്നു കയറി. പട്ടിയുമൊത്താണ് പലരും വരുന്നത്. വിദ്യാദത്തിന്റെ ടെസ്ല കാർ പുതിയ കാറാണ്. അതിന്റെ ഡോർ തുറന്നു കയറി. ഇനി സ്റ്റീവൻസ് ക്ലിൻഡിലേക്ക് നേരെ പോവുകയാണ്. മാപ്പ് സെറ്റ് ചെയ്ത് യാത്ര തുടങ്ങി. നിരവധി കാർഷിക ഗ്രാമങ്ങളൊക്കെ പിന്നിട്ട് വേണം പോകാൻ. ആ യാത്രയും രസകരമാണ്. ഞങ്ങൾ ഹൈവേയിലൂടെ കുറേ ദൂരം ഓടി. പിന്നെ ഒരു ഗ്രാമപാതയിലേക്ക് തിരിഞ്ഞു. ഈ വഴി ഇനി പല ഗ്രാമങ്ങൾ കടന്നു വേണം സ്റ്റീവൻസ് ക്ലിൻഡിലെത്താൻ. സഞ്ചാരം തുടർന്നു.